ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും പുറത്തു വിട്ടില്ലെങ്കിലും ഇത് മിക്കവാറും നിങ്ങൾ കാണുന്ന സമയം എത്തുമ്പോഴേക്കും ഒരു വാർത്ത നിങ്ങളുടെ ചെവിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അത് AMMA എന്ന് പറയുന്ന ഒരു സംഘടന അത് പിളരുന്നു എന്ന് പറയുന്നൊരു വാർത്തയായിരിക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യം എന്താണ് എന്നുള്ളത് അന്വേഷിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള റൂമറുകൾ നിലവിലുണ്ട്. ഇന്നലെയും നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയതാണ്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നത് ശരിയല്ല എന്ന് വെച്ചിട്ടിരുന്നതാണ്. ഏതാണ്ട് 20ഓളം വരുന്ന നടീനടന്മാർ, അതിൽ 3 നടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഏതാണ്ട് പുതുമുഖ അല്ലെങ്കിൽ യുവതാരങ്ങളൊക്കെ അടക്കമുള്ള ആളുകൾ ബി ഉണ്ണികൃഷ്ണനെ സമീപിച്ചുവെന്നും അവർ ഫെഫ്കയുടെ കീഴിൽ ഒരു തൊഴിലാളി സംഘടനയായി നടീനടന്മാരുടെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ തിരിച്ചു പറഞ്ഞേക്കണം. ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഫെഫ്ക എന്ന് പറയുന്നത് 21ഓളം വരുന്ന യൂണിയനുകളുള്ള ഒരു യൂണിയനുകളുടെ ഒരു കോൺഫെഡറേഷനാണ്. അപ്പോൾ അതെല്ലാം തന്നെ തൊഴിലാളി സംഘടനകളാണ്. അതായത് എഴുത്തുകാരാണെങ്കിലും സംവിധായകരാണെങ്കിലും ഡ്രൈവേഴ്സിൻ്റെ അടക്കം എല്ലാ സംഘടനകളും അതിനകത്തുണ്ട്. അതിനകത്തില്ലാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടീനടന്മാരുടെ സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് AMMA എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ് ഉണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കൽ വന്ന് വെറുതെ ഒന്ന് വർത്തമാനം പറയാനും പിന്നെ ഒരു ഷോ കാണിക്കാനും പുതിയ കാറെടുത്ത് കാണിക്കാനും പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അണിഞ്ഞ് വരുന്നത് ആളുകളുടെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കാനും ഒക്കെ വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരിപാടിയാണ്. അല്ലാതെ AMMA എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്. പിന്നെ അവരാകെ 125 പേർക്ക് ചാരിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളോട് AMMAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനെ തന്നെ പിരിച്ചുവിടുമ്പോൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ ഒരു മാസം കഴിയുമ്പോൾ ഇത് 21 ദിവസത്തെ നോട്ടീസ് വേണം ജനറൽ ബോഡി വിളിക്കാൻ. അങ്ങനെ ജനറൽ ബോഡി അടിയന്തരമായി വിളിച്ചു കൂട്ടുമെന്നും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്നും ആ ഭാരവാഹികൾ ജനങ്ങളെ അഭിമുഖീകരിക്കുമെന്നും അങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറയാനുള്ളത്? ഹേമ കമ്മിറ്റിയുടെ ഇനി നടപടിയെടുക്കണമെന്നോ അതിൽ അന്വേഷണം നടത്തണമെന്നോ ഒരു നിലപാടുമില്ലാത്തതാണ് AMMA എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന AMMA സംഘടനയിൽ നിന്ന് ചില സ്വരച്ചർച്ചകൾ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി 20ഓളം പേർ ഈ ബി ഉണ്ണികൃഷ്ണനെ സമീപിച്ചിരിക്കുന്നു. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അതിലേതാണ്ട് 50ഓളം പേർ അതിനോട് അനുകൂലമായിട്ടുള്ള പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുള്ളത്, AMMA പിളർന്നുകൊണ്ട് മറ്റൊരു സംഘടന ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. AMMA എന്ന് പറയുന്ന സംഘടന, അതായത് ക്ലബ്ബ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നിലനിൽക്കും. അതൊരു ക്ലബ്ബാണ്. വേണമെങ്കിൽ ക്യാരംസ് കളിക്കാം, ചീട്ട് കളിക്കാം, പിന്നെ മറ്റു പല കളികൾക്കൊക്കെ ഉള്ള ഒരു ക്ലബ്ബാണ്. അപ്പോൾ ആ ക്ലബ്ബ് അങ്ങനെ തന്നെ നിലനിൽക്കുകയും മറ്റൊരു സംവിധാനം, അതായത് വേറൊരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു സംഘടന നടീനടന്മാരുടെ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനോട് എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം മൗനാനുവാദത്തിലാണ്. അതായത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അതുപോലെയുള്ള വലിയ താരങ്ങളുടെയും ഒക്കെ മൗനാനുവാദം കൂടി ഇതിനുണ്ട്. കാരണം ഇത് AMMA എന്ന് പറയുന്ന ഒരു സംഘടന ഒരു ക്ലബ്ബായി തന്നെ നിലനിർത്തുകയും അതിലൂടെ മറ്റു കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുകയും അവരുടെ തന്നെ കയ്യാളായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ്റെ കീഴിലുള്ള ഒരു സംഘടനയിൽ ഫെഫ്കയിൽ ഇത് അഫിലിയേറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല. കാരണം നടന്മാർ ഡേറ്റ് കൊടുത്താൽ മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ. അപ്പോൾ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മുഴുവൻ കേന്ദ്രീകൃതമായത് നടന്മാരുടെ ഡേറ്റുമായി ബന്ധപ്പെട്ടാണ്. അവരുടെയാണ് മാർക്കറ്റ് വാല്യൂ ഉള്ളത്, അവർക്കാണ് ഏറ്റവും പവർഫുൾ എന്നുള്ളതുകൊണ്ട് അവർക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഒരു മാസത്തിനകം ജനറൽ ബോഡി വിളിച്ച് പുതിയ ഭാരവാഹികളെ തന്നെ കിട്ടാനില്ല. അങ്ങനെ ഭാരവാഹികൾ വന്നാൽ അവർ വീണ്ടും പൊതുജനത്തെ അഭിമുഖീകരിക്കേണ്ടി വരികയും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം, അതായത് ഫെഫ്കയുടെ കീഴിൽ ഒരു ട്രേഡ് യൂണിയനായി നടീനടന്മാരുടെ ഒരു സംഘടന കൂടി രജിസ്റ്റർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന എല്ലാ തീരുമാനങ്ങളും തന്നെ പുറത്തു പറയുക, കുറച്ചുകൂടി പുറമെ ബൗദ്ധികമാണ് എന്ന് തോന്നുന്ന നിലക്ക് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറയാൻ കഴിവുള്ള നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം മണ്ടനാണ് വിഡ്ഢിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ചില അഭ്യാസ പ്രകടനങ്ങളിലൂടെ മാധ്യമങ്ങളെയൊക്കെ കയ്യിലെടുക്കാനും അവരെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് AMMA എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് നടന്മാർ കുറേ പേർ വന്നിട്ട് ഒരു ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യുന്ന ഒരു യൂണിയനായി മാറുകയും അത് നടന്മാരുടെ ഒരു തൊഴിലാളി സംഘടനയായി മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങൾ ഇപ്പോൾ AMMAക്ക് പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ AMMAക്ക് ഇപ്പോൾ വീണ്ടും പുതിയ ഭാരവാഹികളെ കിട്ടാനില്ല. ഭാരവാഹികൾ ആരെങ്കിലും വന്നിരുന്നാൽ അവർ വീണ്ടും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുക എന്നൊക്കെ പറയുന്നത് പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ തലവേദന ആയിരിക്കും. ഒന്ന്. രണ്ടാമത്തെ പേടിപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ AMMAയുടെ ഭാരവാഹിയാകുകയും സെക്രട്ടറി ആവുകയും പ്രസിഡൻ്റ് ആവുകയൊക്കെ ചെയ്താൽ നാളെ രാവിലെ തന്നെ മിക്കവാറും ഏതെങ്കിലും പുതിയ ആരോപണങ്ങൾക്കൊന്നും പഞ്ഞില്ലല്ലോ, ഇവരൊക്കെ ചെയ്ത് ഇവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരാനുള്ള സാധ്യതകളുമുണ്ടെന്ന് കണ്ട്
മിക്കവാറും ആളുകൾ AMMയുടെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ എനിക്ക് പനിയാണ്, തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 21 ദിവസം കഴിഞ്ഞൊരു ജനറൽ ബോഡി വിളിക്കുകയും ഈ മീറ്റിങ്ങിൽ നിന്ന് ആരെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനും മറ്റൊരു സംഘടന, തൊഴിലാളി സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കാനും അത് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഫെഫ്കയിൽ തന്നെ അഫിലിയേറ്റ് ചെയ്യാൻ, ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് വേറെ ഒന്നും പേടിക്കാനില്ല. കാരണം സിബി മലയിലും ബി ഉണ്ണികൃഷ്ണനും ഒക്കെ നമ്മുടെ പവർ ഗ്രൂപ്പിലുള്ള ആളുകളുടെയൊക്കെ ഏറ്റവും വലിയ കൈയാളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. അല്ലാതെ മിക്കവാറും ഇനിയിപ്പോൾ മീഡിയകളിൽ വരാൻ പോകുന്നൊരു കാര്യം AMMയെ പിളരുന്നു എന്നോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള വിഭജനം ആ സംഘടനയ്ക്ക് ഉണ്ടാവുന്നു എന്നൊക്കെ ആയിരിക്കും വാർത്തകൾ വരാൻ പോവുക. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് സംഭവിക്കാനിരിക്കുന്ന കാര്യം എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ചെയ്തതാണ്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബി ഉണ്ണികൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്നേക്കണതിൻ്റെ കാരണം ഈ പറയുന്ന ഒരു തന്ത്രങ്ങളൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ നടീനടന്മാർക്ക് സ്വതന്ത്രമായി ഒരു യൂണിയൻ ആയി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ കേരളത്തിലോ ഇന്ത്യയിലോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഫെഫ്കയിൽ ചെന്നിട്ടുള്ള ആളുകളോട് പറഞ്ഞേക്കുന്നത് 21 യൂണിയനുകളുടെ കോൺഫെഡറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കണം. ഏകപക്ഷീയമായൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങൾ ഒപ്പിട്ടിട്ട്, അതായത് ഇത്രയും പേര് ഓളം ഉള്ള നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെയൊക്കെ ഒപ്പിട്ടിട്ട് ഈ പറയുന്ന സംഘടന രൂപീകരിച്ചതായിട്ട് ഒരു ഡീറ്റെയിൽസും ഉണ്ടാക്കിക്കൊണ്ട് വരൂ. അന്നേരം നമുക്ക് ആലോചിക്കാം എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ഡെവലപ്മെൻറ്റുകൾ കാത്തിരുന്ന് കാണാം. വരുന്ന എല്ലാ വാർത്തകളെയും കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ശരിക്കും ഈ വീഡിയോ ഇന്നലെ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ 12-ാം തീയതി രാവിലെ ചെയ്യുന്നതിൻ്റെ കാരണം ഇത് സ്ഥിരീകരിക്കാൻ കുറച്ച് വൈകിയതുകൊണ്ടാണ്.